എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തു പോകുന്നത്. അതിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇതിൻ്റെ മുന്നത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. എല്ലാവർക്കും സ്മാർട്ട് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണയും സഹകരണവുമാണ് ഈ ചാനലിൻ്റെ അടിസ്ഥാനം. ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ ക്ലാസ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്. നമുക്കറിയാം 1892 ആക്ട്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ആക്ട് 1892 ആക്റ്റാണ്. ഈ ആക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഭരണകാര്യങ്ങൾ ഇന്ത്യക്കാരുമായിട്ട് ചർച്ച ചെയ്യാം. ഭരണകാര്യങ്ങൾ ഇന്ത്യക്കാരുമായി, ഇന്ത്യൻ കൗൺസിലറുമായിട്ട് ചർച്ച ചെയ്യാം അല്ലേ എന്ന ഒരു തീരുമാനം എടുത്ത ആക്റ്റാണ് 1892 ആക്ട്. ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തു അല്ലേ. അല്ലാതെ ബ്രിട്ടീഷുകാർ അവർ നേരിട്ട് തന്നെ അവരുടെ ഭരണ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഭരണത്തിലെ പോരായ്മകളും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുമുള്ള ഒരു ചർച്ചാവേദിയായി വേദി ഒരുക്കിയ ആക്റ്റാണ് 1892 എന്താണ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. 1909 ഭരണപരിഷ്കാരം എന്താ അറിയപ്പെടുന്നത്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇവിടെ എന്താണ് അല്ലേ, മിൻറ്റോ വൈസ്രോയും മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാണ് അല്ലെ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നാണ് 1909 ആക്ട് അറിയപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കൊണ്ടുവന്നു അല്ലേ. ഇതാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലെ മാറ്റമാണ് ഒരു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. എന്താ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ? മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്വൻസി, അവിടെ സ്ഥാനാർത്ഥികളും അവരായിരിക്കും, വോട്ട് ചെയ്യുന്നവരും അവരുടെ ആളായിരിക്കും അല്ലേ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക കോൺസ്റ്റിറ്റ്വൻസി ഇന്ത്യയിൽ കൊണ്ടുവന്നു. എപ്പോൾ? 1909 മിൻറ്റോ മോർലി പരിഷ്കാരത്തിൽ. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. 1909 ഇന്ത്യയിലെ ഐക്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർത്തുകൊണ്ട് ഇവിടെ രൂപപ്പെട്ടു വരുന്ന യൂണിറ്റിയെ ഇല്ലാതാക്കാൻ, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം സഹായിച്ചത് അല്ലേ. അതിനൊരു കാരണം ഇവിടെ ഒരുക്കി അല്ലേ. പിന്നീട് ലാസ്റ്റ് 1947 ഓഗസ്റ്റ് മാസം 14 ഇന്ത്യ വിഭജിക്കുന്നൊക്കെ ഉണ്ട്. അതിലേക്ക് തന്നെ എത്തി. ഇന്ത്യയുടെ മനസ്സിനെ ഭിന്നിപ്പിക്കുക അല്ലെ. ഒന്നിച്ചു നിന്നാൽ നമുക്ക് രക്ഷയില്ല, ഇവിടെ രക്ഷയില്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം, ഒരു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. അടുത്തത് 1919 മൊണ്ടേഗോ ചെയിംസ്ഫോർഡ് റിഫോംസ്. മൊണ്ടേഗോ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ചെയിംസ്ഫോർഡ് വൈസ്രോയുമാണ്. മൊണ്ടേഗോ ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. 1919 മൊണ്ടേഗോ ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഭരണതലത്തിലെ മാറ്റം എന്തൊക്കെയാണ്? ഇവിടെ ഭരണതലത്തിൽ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും അതുപോലെ തന്നെ റിസർവ്ഡ് സബ്ജക്റ്റുമാക്കി തരംതിരിച്ചു അല്ലേ. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും റിസർവ്ഡ് സബ്ജക്റ്റുമാക്കി തരംതിരിച്ചു. എന്നിട്ടോ ഇന്ത്യക്കാരായിട്ടുള്ള കൗൺസിലർമാർക്ക് ഒരു ഭാഗവും മറ്റൊരു ഭാഗം ഗവർണർക്കും കൊടുത്തു. അങ്ങനെ ഭരണതലത്തിലെ വിഷയങ്ങളെ 2 ആക്കി തരംതിരിച്ച ഒരു പരിഷ്കാരമാണ് 1919 മൊണ്ടേഗോ ചെയിംസ്ഫോർഡ് റിഫോംസിലൂടെ വന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ബൈ ക്യാമറൽ സിസ്റ്റം
ഇന്ത്യയിൽ വരികയാണ്. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങളുള്ള സിസ്റ്റത്തെയാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്, അല്ലേ? ഉദാഹരണമായി ഇന്ത്യയിൽ ഇന്ന് ലോക്സഭയും രാജ്യസഭയും, അല്ലെ, 2 സഭകളുണ്ട് നിയമനിർമ്മാണ സഭയ്ക്ക്. ആ ഒരു ബൈക്യാമറൽ സിസ്റ്റം വന്നത് 1919 മോണ്ടേഗു ചെയിംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്. പ്രൊവിൻസിൽ ദ്വിഭരണം കൊണ്ടുവന്നതും ഈ സിസ്റ്റത്തിലൂടെയാണ്. എന്താണ്? പ്രൊവിൻസിൽ ദ്വിഭരണം കൊണ്ടുവന്നു. ഭരണവിഷയങ്ങളെ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും തരംതിരിച്ചു. എന്നിട്ട് ഇന്ത്യൻ കൗൺസിലർമാർക്ക് ഒരു ഭാഗവും മറ്റൊരു ഭാഗം ഗവർണർമാർക്കും കൊടുത്തു, അല്ലേ? അതുപോലെ തന്നെ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ സിസ്റ്റം ഇന്ത്യയിൽ വന്നു. ഇതാണ് 1919 മോണ്ടേഗു ചെയിംസ്ഫോർഡ് റിഫോംസിലൂടെ വന്നത്. 1909 എന്താണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ത് കൊണ്ടുവന്നു? ഇവിടെ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് കൊണ്ടുവന്നു. ഈ 2 മാറ്റം ശ്രദ്ധിക്കുക. പിന്നീട് എന്താണ്? സൈമൺ കമ്മീഷൻ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്. സൈമണിൽ ഒറ്റ ഇന്ത്യക്കാർ പോലും അതിലുണ്ടായിരുന്നില്ല, അല്ലേ? അങ്ങനെ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം രാജ്യം മുഴുവൻ ഉണ്ടാക്കി. INC ആണ് അതിന് നേതൃത്വം കൊടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാം. ഇവിടെ സൈമൺ കമ്മീഷൻ വന്നത് പ്രധാനപ്പെട്ടത് 1919 വരെ നടപ്പിലാക്കിയ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനും, അല്ലേ, ആ പഠിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ വന്നത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1928 സമർപ്പിച്ചു. റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് ഇന്ത്യയിൽ എന്താണ്? ഡയാർക്കി സംവിധാനങ്ങൾ അവസാനിപ്പിക്കുകയും ഇന്ത്യയിലെ എല്ലാ പ്രൊവിൻസുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രിട്ടീഷ് ഫെഡറൽ സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യുക, അല്ലേ? പ്രൊവിൻസുകളെ എന്താണ്? പ്രൊവിൻസിലെ ഡയാർക്കി സംവിധാനം അവസാനിപ്പിക്കുക. 1919 കൊണ്ടുവന്ന മോണ്ടേഗു റിഫോംസിലൂടെ കൊണ്ടുവന്ന ഡയാർക്കി സിസ്റ്റം, അതൊക്കെ എന്താണെന്ന് അറിയാം, അവസാനിപ്പിച്ചുകൊണ്ട് എന്താണ്? പ്രൊവിൻസിൽ എന്താണ്? ഡയാർക്കി സിസ്റ്റം അവസാനിപ്പിക്കുകയും എല്ലാ പ്രൊവിൻസിനെയും ഉൾപ്പെടുത്തി ഒരു ബ്രിട്ടീഷ് ഫെഡറൽ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. ഇത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. 1892 എന്താണ്? ആക്ട്, 1909 മിന്റോ മോർലി റിഫോംസ്, 1919 എന്താണ്? മോണ്ടേഗു ചെയിംസ്ഫോർഡ് റിഫോംസ്, സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് എന്നുകൂടി ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുക. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ആത്യന്തികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് PSC പരീക്ഷയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ ഓൾ.